കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ വായടപ്പിച്ച് നല്ല കലക്കൻ മറുപടിയാണ് ഇപ്പോൾ ഡോക്ടർ ജോ ജോസഫ് നൽകിയിരിക്കുന്നത്. ജോ ജോസഫിന്റെ മറുപടിയാകട്ടെ CPM-നെയും സന്തോഷത്തിലാക്കി കഴിഞ്ഞു. തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുരളീധരൻ നടത്തിയ പരിഹാസം. ഈ പരിഹാസത്തിനാണ് ജോ നല്ല കലക്കൻ മറുപടി നൽകിയിരിക്കുന്നത്. തോൽവിയിലൂടെ അക്ഷരാർത്ഥത്തിൽ കെ മുരളീധരനാണ് വഴിയാധാരമായിരിക്കുന്നത്. 7 തവണയാണ് ഇങ്ങനെ വഴിയാധാരമായതെന്ന് ഡോക്ടർ ജോ ജോസഫ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മുരളിയുടെ മറ്റ് വഴിയാധാരമാകലുകളുടെ ചരിത്രവും കണക്കുകളും കൂടി അങ്ങ് വിശദീകരിക്കുകയും ചെയ്തു. ലോക്സഭയിലേക്ക് 4 പ്രാവശ്യവും നിയമസഭയിലേക്ക് 3 പ്രാവശ്യവും മത്സരിച്ചു. ഫലമോ മുരളീധരൻ തോറ്റു. 1996 കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ 38,703 വോട്ടിന് MP വീരേന്ദ്രകുമാറിനോടാണ് തോറ്റാണ് മുരളീധരന്റെ വഴിയാധാരമാകലുകളുടെ തുടക്കം. അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ് ഏറെ വിഷമിപ്പിച്ചത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റു വഴിയാധാരമായത് 84,663 വോട്ടിനാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നിൽ കിടന്നിരുന്ന BJP-യെ അധികാരത്തിന്റെ സപ്രപഞ്ച കട്ടിലിൽ കിടത്താനായി അങ്ങ് ആഞ്ഞ് പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനമാകട്ടെ 3ാമതായി. വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റു. വഴിയാധാരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെയില്ല. ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച 4 റെക്കോർഡുകൾ 21 വർഷത്തിന് ശേഷം ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ പ്രൊഫഷണലി വഴിയാധാരമായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ വസ്തുതകൾ പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. സ്വന്തം സ്റ്റാഫിന്റെ അമ്മയുടെ ചികിത്സാർത്ഥം മുരളീധരൻ എന്നെ വിളിച്ചത് ഒരു പക്ഷേ മറന്നുപോയിട്ടുണ്ടാവാം. അങ്ങ് പല പ്രാവശ്യം തോറ്റത് കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ സ്റ്റാഫിൽ ഉണ്ടോ എന്നും എനിക്കറിയില്ല എന്നാണ് ജോയുടെ വാക്കുകൾ. അതോ അങ്ങയുടെ തോൽവികൾ മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടോ എന്നും ജോ ചോദിക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായി ഞാൻ വഴിയാധാരമായി എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങേക്ക് തെറ്റി. ഏതെങ്കിലും മാധ്യമ വാർത്തകളാണ് അതിന് ആധാരമാക്കിയതെങ്കിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിന്റെ ആധാരം വീട്ടിലുണ്ട്. ഇലക്ഷന് മുൻപോ പിൻപോ 1 ഇഞ്ച് പോലും വിറ്റിട്ടുമില്ല. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്മാരകമുണ്ടാക്കാൻ കൊടുത്തിട്ടുമില്ല. പിന്നെ അങ്ങയുടെ അത്രയും ഗതികേടുണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? 2008 ഏപ്രിൽ 12 ഫ്രണ്ട് ലൈനിൽ വന്ന ലേഖനത്തിൽ അങ്ങ് വഞ്ചിച്ചുവെന്ന് അങ്ങ് പറഞ്ഞത് അങ്ങയുടെ പിതാവിനെ കുറിച്ചായിരുന്നല്ലോ. 16 വർഷത്തിനിപ്പുറം അങ്ങ് വഞ്ചിച്ചു എന്ന് പറയുന്ന അങ്ങയുടെ സ്വന്തം സഹോദരിയെ കുറിച്ച് തന്നെയാണ്. വഴിയാധാരമാക്കലിൽ അങ്ങയുടെ മറ്റൊരു നേട്ടമാണ് ഡിക് അഥവാ DICK. അങ്ങയല്ലേ വഴിയാധാരമാക്കിയ ഒരു രാഷ്ട്രീയ കക്ഷി? ഇത്രയും ഗതികേടുണ്ടായ മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? KMAയോട് അങ്ങൊരു അഭ്യർത്ഥന നടത്തുന്നതായി കണ്ടു. അതിനായി ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ പോകേണ്ട ആവശ്യവും ഉണ്ടായിരുന്നോ? സ്വന്തം അളിയന്റെ ഫോൺ നമ്പർ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങോട്ടൊന്ന് വിളിച്ച് ഇത്തരത്തിലൊരു പ്രത്യേക പ്രമേയം പാസാക്കാൻ ആവശ്യപ്പെടാമായിരുന്നു. കാരണം കേരളത്തിലെ IMAയുടെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണല്ലോ അദ്ദേഹം. താൻ മുരളി മന്ദിരത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് മുരളി മന്ദിരത്തെ അങ്ങ് വഴിയാധാരമാക്കിയെങ്കിൽ വഴിയാധാരമാകില്ല എന്ന് ഉറപ്പുള്ളത് അവിടുത്തെ 2 കല്ലറകൾക്ക് മാത്രമാണെന്നും ജോ ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. കാരണം സംഘികൾ ചേർത്ത് പിടിച്ചോളാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നായിരുന്നു ഡോക്ടർ ജോ ജോസഫിന്റെ കാലക്കൻ മറുപടി. ജോയുടെ പ്രസ്താവനയ്ക്ക് ഇടത് ക്യാമ്പിൽ നിന്ന് നീണ്ട കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങി എന്നൊരു മലയാള സിനിമയിലെ കോമഡി രംഗമുണ്ട്. അതുപോലെയായി ഇപ്പോൾ കെ മുരളീധരന്റെ അവസ്ഥ.